എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് കസിൻസ് വേഴ്സസ് വൈൽഡ് ഹോക്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് സിനിമകളും തമ്മിലുള്ളൊരു വ്യത്യാസത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. രണ്ട് സിനിമകളിലെയും വളരെയധികം സിമിലർ ആയിട്ടുള്ള പല രംഗങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഞാനൊരു പ്രധാനപ്പെട്ട ഒരു രംഗം, ഒരു കുളിസീനായിട്ടുള്ള ഈ കുളിസീൻ എന്ന് പറഞ്ഞാൽ നായകന്മാർ കുളത്തിലിറങ്ങി അല്ലെങ്കിൽ പുഴയിലിറങ്ങി കുളിക്കുന്നൊരു സീനുണ്ട്. അത് ഈ രണ്ട് സിനിമയിലും ഒരേപോലെ ആയിരുന്നു എനിക്ക്. അത് നിങ്ങൾ കസിൻസ് എന്നും വൈൽഡ് ഹോക്സ് എന്ന് പറഞ്ഞ ഈ രണ്ട് സിനിമയും ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രണ്ട് സിനിമയിലും ഉള്ള ഈ എന്താണ് ബേത്തിങ് സീൻ എന്ന് പറഞ്ഞടിച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സീനും വരും. അപ്പോൾ ഇത് തമ്മിൽ ഈ കഥ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ ആയിട്ട് തോന്നും. നമ്മൾ ആ രണ്ട് സിനിമയിലും കഥകൾ ഒരേപോലെ തോന്നുമെങ്കിലും രണ്ടിലും സാഹചര്യങ്ങൾ വ്യത്യാസമാണ്. ഒരെണ്ണത്തിൽ കസിൻസാണ് എടുത്തിരിക്കുന്നത്. വൈൽഡ് ഹോക്സിൽ വരുമ്പോൾ 4 സുഹൃത്തുക്കളാണ്. അല്ലാതെ ഇതിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ അമേരിക്കൻ പശ്ചാത്തലം, കേരളത്തിലെ പശ്ചാത്തലം, പിന്നെ ഇന്ത്യയിലെ പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കസിൻസിൽ. പക്ഷേ വൈൽഡ് ഹോക്സിൽ വരുമ്പോൾ മൊത്തം അമേരിക്കയുടെ കാര്യവും മെക്സിക്കോൻ്റെ ചില കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള തമാശയും കാര്യങ്ങളൊക്കെയാണ് കഥ. നിങ്ങൾ ഈ സിനിമ മൊത്തം ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിനിമകൾ വളരെയധികം സിമിലർ ആണെന്ന് നിങ്ങൾക്ക് തോന്നും. സിമിലർ എന്ന് പറഞ്ഞാൽ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് തോന്നും. ഈ വൈൽഡ് ഹോക്സിൽ നിന്ന് എടുത്ത കഥയാണ് കസിൻസ് എന്ന് പറഞ്ഞ മലയാള സിനിമ ചെയ്തിരിക്കുന്നതെന്ന് വരെ നിങ്ങൾക്ക് തോന്നും. ഏറ്റവും അവസാനം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയം വരും, ഈ വൈൽഡ് ഹോക്സ് ആണല്ലോ ഇത്, കണ്ടിട്ട് ഈ സിനിമ തന്നെയാണല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ ഈ രണ്ടിൻ്റെയും കഥ എടുത്തിരിക്കുന്നത് അതിൻ്റെ പശ്ചാത്തലവും ഒരെണ്ണത്തിൽ കസിനും ഒരെണ്ണത്തിൽ ഫ്രണ്ട്സുമാണ്. അപ്പോൾ അങ്ങനെ ചില വ്യത്യാസങ്ങളും പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള കഥാസാഹചര്യങ്ങളും മാറ്റിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയൊരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും സിമിലറായിട്ട് തോന്നിയ സീൻ എന്ന് പറഞ്ഞാൽ ഈ നായകന്മാരെല്ലാവരും കുഞ്ചാക്കോ ബോബൻ, ഇന്ദ്രജിത്ത് സുകുമാരൻ, സുരാജ് വെഞ്ഞാറമ്മൂട്, ജോർജ് ജോർജ് ഇവരെ കൂടി ഒരു വെള്ളത്തിലിറങ്ങി കുളിക്കുന്ന സീനും, അവിടെ ഒരു ഫാമിലി വരുന്നുണ്ട്. ഒരു കുടുംബം വന്നിട്ട് അവർ കുളിക്കാൻ വേണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് അവിടുത്തെ കൂടെയുള്ള അച്ഛൻ ഇങ്ങനെ പുഴയിൽ ഇറങ്ങി ഇവരെ ഡീസൻ്റൊക്കെ ആണോ, അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ വെള്ളത്തിൽ അണ്ടർവെയർ ഒന്നും ഇല്ലാണ്ടാണ് അവർ കുളിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ അവർ ഫാമിലിയായിട്ട് തിരിച്ചു പോകുന്നതാണ് ആ സീൻ. അത് തന്നെയാണ് വൈൽഡ് ഹോക്സിൽ ടിം ആലൻ, വില്യം എച്ച് മേഴ്സി, മാർട്ടിൻ ലോറൻസ്, ജോൺ ട്രവോൾട്ട ഈ 4 അമേരിക്കൻ നടന്മാരെ വൈൽഡ് ഹോക്സിൽ ചെയ്തിരിക്കുന്നത്. ആ രണ്ട് സിനിമയിലെയും ഈ സീനുകളാണ് എനിക്ക് ഏറ്റവും സിമിലറായിട്ട് തോന്നിയിരിക്കുന്നത്. നിങ്ങൾ ഈ സിനിമ ആദ്യം തൊട്ട് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക.